ഹായ് ഓൾ അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിലും നല്ല ടേസ്റ്റിയിലുമായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ ഫ്രൈഡ് റെസിപ്പി നോക്കിയാലോ. കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് 1 ടേബിൾ സ്പൂണോളം മുളക് പൊടി, 1/4 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടി, 1 ടേബിൾ സ്പൂണോളം ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ചത്. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ്, ഇതെല്ലാം ചേർത്ത് ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടതിന് ശേഷം ഇത് അരമണിക്കൂർ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുക. ഇനി ഈ കടായി ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് ഒരു 5 ടേബിൾ സ്പൂണോളം ഓയിലൊന്ന് ഒഴിച്ചു കൊടുക്കുക. അതിന് ശേഷം നമുക്കിതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ചത് 1 ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുക്കുക. അതിന് കൂടെ തന്നെ നമുക്ക് ഒരു മീഡിയം സൈസ് സവാള ഒന്ന് കട്ട് ചെയ്തതും കുറച്ച് കറിവേപ്പിലയും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് സവാളയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ചിക്കനിൽ ഉപ്പ് ചേർത്ത് വെച്ചിട്ടുള്ളതുകൊണ്ട് സവാളയ്ക്ക് ആവശ്യമായ ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. സവാള ഒന്ന് ഇതായിട്ടുണ്ട്, അങ്ങ് ഓവർ വഴണ്ട് വരേണ്ട കാര്യമില്ല. നമ്മൾ 2-3 മിനിറ്റ് ഒന്ന് ഓയിലിട്ടൊന്ന് ഇതാക്കിയാൽ മതി. അതിനുശേഷം നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനും കൂടെ ഒന്ന് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു രീതിയിൽ ആക്കി വെക്കുക. അതിനുശേഷം നമ്മുടെ ചിക്കനിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് അടച്ചു വെച്ചൊന്ന് കൊടുക്കാം. ഇതൊന്ന് തുറന്നതിന് ശേഷം ഈ ചിക്കൻ ഒന്ന് തിരിച്ച് മറിച്ചൊന്ന് ഇട്ട് കൊടുക്കുക. ഇല്ലെങ്കിൽ ഇത് അടിക്ക് പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് ഇങ്ങനെ ഒന്ന് തിരിച്ച് മറിച്ച് ഇട്ട് കൊടുത്ത് വേണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ. ചിക്കനെല്ലാം ഇവിടെ തിരിച്ചും മറിച്ചിട്ട് കൊടുത്ത് നല്ല ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്നത് എന്നാൽ നല്ല ടേസ്റ്റിയിലുമായിട്ടുള്ളൊരു ചിക്കൻ ഫ്രൈ ആണിത്. ഇങ്ങനെ ചിക്കൻ ഫ്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. Thank you for watching.